കേരളത്തിലെ മാധ്യമമേഖല പൈങ്കിളിവൽക്കരിക്കപ്പെട്ടു എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കനകൊലു തിയറി കേരളത്തിൽ നടക്കില്ലെന്നും കേരളത്തിന്റെ കളരി വേറെയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ദേശാഭിമാനി കോഴിക്കോട് പന്തീരങ്കാവിൽ നിർമ്മിക്കുന്ന പുതിയ ഓഫീസ് സമുച്ചയത്തിന് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്റർ. ദേശാഭിമാനിക്ക് 81 വർഷം പിന്നിടുന്ന വേളയിലാണ് ആദ്യ എഡിഷനായ കോഴിക്കോട്ട് പുതിയ ഓഫീസ് സമുച്ചയം പണിയുന്നത്. ദേശീയപാത ബൈപ്പാസിൽ പന്തീരാങ്കാവിനടുത്ത് കുടൽ നടക്കാവിലാണ് ആധുനിക സൗകര്യങ്ങളോടെ പ്രസ് ഉയരുക. പുതിയ ഓഫീസ് സമുച്ചയത്തിന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തറക്കല്ലിട്ടു. കനികോലി തിയറി അനുസരിച്ചാണ് പത്രത്തിന്റെ ഹെഡിങ് എന്താവണം, നേതാക്കന്മാരുടെ പ്രസ്താവനയിൽ വരേണ്ടുന്ന കാര്യം എന്തായിരിക്കണം, അതിന്റെ ശരീരഭാഷ എങ്ങനെയായിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ കനികോലി പറയുന്നതിനനുസരിച്ച് ഈ കേരളം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമം. കനികൂലിയോടും എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നവരോടും പറയാനുള്ളത്, അതെല്ലാം വേറെ കളരിയാണ്. നിങ്ങൾ പ്രയോഗിച്ചതും നിങ്ങൾ പലപ്പോഴും മുന്നോറി എന്ന് നിങ്ങൾ ധരിക്കുന്നതുമായ കളരിയുണ്ടല്ലോ, ആ കളരിയെല്ലാം വേറെയാണ്. ഈ കേരളത്തിൻ്റെ കളരി വേറെയാണ്. കൈരളിയെയും ദേശാഭിമാനിയെയും നല്ല നിലയിൽ ശക്തിപ്പെടുത്തി ആശയപ്രചാരണ രംഗത്ത് മുന്നോട്ടു പോകണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ മാനേജർ KJ തോമസ് പദ്ധതി രൂപരേഖ അവതരിപ്പിച്ചു. TP രാമകൃഷ്ണൻ MLA, CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ, PT റഹീം MLA തുടങ്ങിയവർ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകൻ PP അബൂബക്കർ രചിക്കുന്ന ദേശാഭിമാനി ചരിത്രം എന്ന പുസ്തകത്തിന്റെ കവർ ചടങ്ങിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പുറത്തിറക്കി. കൈരളി ന്യൂസ്, കോഴിക്കോട്.